ജിയാൻ ഗുവോ ബൂഷി ഷൂസി ഡേ ഷൂസിമ. വല്ലതും മനസ്സിലായോ? എനിക്കും ആദ്യം ഒന്നും മനസ്സിലായില്ല, ഫുള്ള് ചൈനീസാണ്. എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ ലക്കി ബാമ്പുവിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പം ചൈനീസിലാവാം തുടക്കം എന്ന് ഞാനങ്ങ് വിചാരിച്ചു. ഇതിൻ്റെ അർത്ഥം മുളയല്ലാത്ത ഒരു മുളയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ നിങ്ങളോട് ചൈനീസിൽ ചോദിച്ചത്. അപ്പം അത് പറഞ്ഞു വന്നത് നമ്മൾ ലക്കി ബാമ്പുവിനെ കുറിച്ചാണ്. കാരണം ലക്കി ബാമ്പു എല്ലാവർക്കും അറിയാം, നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ മിക്ക വീടുകളിൽ ചെന്നാലും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ലക്കി ബാമ്പു ആയിട്ട്. നമ്മുടെ ഓഫീസുകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ഒക്കെ കുപ്പികളിൽ വെള്ളം നിറച്ചും ഒക്കെ നിറയായിട്ട് നമ്മൾ വീടുകളിലൊക്കെ വെച്ച് വയ്ക്കാറുണ്ട്. കാരണം നമ്മുടെ ചൈനീസ് ശാസ്ത്രപ്രകാരം ലക്കി ബാമ്പു എന്ന് പറയുന്ന ലക്കിൻ്റെ ആ ഒരു നമുക്ക് ഭാഗ്യം അല്ലെങ്കിൽ ഐശ്വര്യം സ്നേഹം എല്ലാം കൊണ്ടുവരുന്ന ഒരു ചെടിയായിട്ടാണ് ചൈനീസ് ശാസ്ത്രപ്രകാരം കണക്ക് കൂട്ടുന്നത്. പക്ഷേ ചൈനീസുകാരാണ് ഇത് കൂടുതലായിട്ട് പോപ്പുലാരിറ്റി ആക്കിയെന്നുണ്ടെങ്കിലും ഇത് ആഫ്രിക്കൻ ചെടിയാണ്. ആഫ്രിക്കയിലെ കാമറൂണിലാണ് ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത്. അപ്പോൾ ആ ചെടിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഈ ഒരു ചെടി അല്ലെങ്കിൽ ഇതുപോലുള്ള ചെടികളൊക്കെ തന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വയ്ക്കുന്നതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ റൂമിനകത്തുള്ള വിഷാംശങ്ങളെയൊക്കെ വലിച്ചെടുക്കാൻ കഴിവുണ്ടെന്നാണ് നാസയുടെ പഠനങ്ങളിലൂടെയൊക്കെ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മിക്ക വീടുകളിലൊക്കെ കാണാം ലക്കി ബാമ്പോ, പിന്നെ മണി പ്ലാന്റ്, ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ ധാരാളമായിട്ട് മിക്ക വീടുകളിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വായുവിനെ ശുദ്ധീകരിച്ച് വിഷാംശങ്ങളെല്ലാം വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് കാർബൺ മോണോക്സൈഡിനെ എല്ലാം വലിച്ചെടുത്ത് ശുദ്ധമായിട്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഈ ഒരു ചെടിക്കുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു പച്ചപ്പും ഇതെല്ലാം കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന് ഏകാഗ്രത കിട്ടാനും മനസ്സിനൊരു പോസിറ്റീവ് ഫീല് കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള ചെടികൾ വീട്ടിൽ വയ്ക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒന്നാണ് നമുക്ക് ലക്കി ബാമ്പു എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ചെടി നമ്മുടെ വീടിനകത്ത് വയ്ക്കുന്നതിലൂടെ നമ്മുടെ റൂമിനകത്തുണ്ടാവുന്ന സ്വാഭാവികമായ ഒരു ഈർപ്പമുണ്ടല്ലോ, വായു ഡ്രൈ ആകാതെ നിൽക്കാനായിട്ട് വളരെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ലക്കി ബാമ്പു എന്ന് പറയുന്ന ഈ ഒരു ചെടി. പിന്നെ നമ്മൾ ചൈനീസ് ശാസ്ത്രപ്രകാരം ഫെങ്ഷൂയി പ്രകാരമൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ലക്ക് കൊണ്ടുവരാനും സ്നേഹം കൊണ്ടുവരാനും നമ്മുടെ വീട്ടിൽ സ്നേഹം ഉണ്ടാവാനും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഓരോരോ സ്ഥലങ്ങളിൽ ഈ ഒരു ചെടി വയ്ക്കുന്നു. അവർ പറയുന്ന ഓരോ ദിശകളുണ്ട്, വടക്ക് കിഴക്ക് തെക്ക് വടക്ക്, അങ്ങനെ ഓരോ ദിശകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീടുകളിലാണെങ്കിൽ ഐശ്വര്യം ഉണ്ടാവാനും അതേപോലെ തന്നെ സ്നേഹം നിലനിർത്താനും ഒക്കെ സഹായിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫെങ്ഷൂയി ഒക്കെ അറിയാവുന്നവർ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ കൊണ്ടാണ് കൂടുതലായിട്ടും നമ്മുടെ കേരളത്തിലൊക്കെ ഈ ഫെങ്ഷൂയി പ്രകാരമാണ് ഇങ്ങനെയുള്ള ലക്കി ബാമ്പു അതുപോലുള്ള ചെടികളൊക്കെ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് കൂടുതലും വയ്ക്കാനായിട്ട് തുടങ്ങി. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വായു ശുദ്ധീകരിക്കുക, അതേപോലെ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിനകത്തൊരു പച്ചപ്പൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ചെടിയൊക്കെ കണ്ടിരിക്കുന്ന സമയത്തും അതിലേക്കൊരു നോട്ടം വരുമ്പോൾ നമ്മൾ മൈൻഡിൽ ശരിക്കും റിലാക്സ്ഡ് ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും അതെ, പുറത്ത് ചെടികൾ വെച്ചാലും നമ്മൾ നിറയെ ചെടികളൊക്കെ ഉള്ളൊരു സ്ഥലത്താണ് നമ്മൾ മൈൻഡ് ഭയങ്കരമായിട്ട് ടെൻഷനായിട്ടിരിക്കുകയോ അല്ലെ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ മൈൻഡ് അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അങ്ങനെ ഒന്ന് ഇറങ്ങി പുറത്തൊക്കെ നടന്ന് നമ്മുടെ ചെടിയൊക്കെ ഒന്ന് പരിപാലിച്ച് അതിലൂടെയൊക്കെ നടക്കും ശരിക്കും നമ്മുടെ മൈൻഡ് റിലാക്സ് ആയിട്ട് മാറും. ശരിക്കും നമുക്കൊരു പോസിറ്റീവ് ഫീല് വരും. അതാണ് ശരിക്കും ഇതിനകത്തുള്ളത്. പക്ഷേ ഫെങ്ഷൂയി വിശ്വസിക്കുന്ന ആൾക്കാർ ആ ഒരു രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെടികൾ ഓരോ അഗ്നികോണിൽ വയ്ക്കുക, വീടിനകത്ത് അഗ്നികോണിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്നേഹവും സമ്പത്തും ഒക്കെ ഉണ്ടാവും എന്നൊക്കെയുള്ള വിശ്വാസം ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓഫീസുകളിലൊക്കെ ആണെങ്കിലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഓഫീസുകളിൽ അഭിവൃദ്ധിയും സമ്പത്തും അതൊക്കെ ഉണ്ടാവാനായിട്ട് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ഫെങ്ഷൂയി പ്രകാരം ഈ ഒരു ചെടിക്ക് നമ്മുടെ പഞ്ചഭൂതങ്ങളെ സമന്വയിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. മണ്ണ്, ജലം, വായു, അഗ്നി, ലോഹം ഇതിനെയെല്ലാം സമന്വയിപ്പിച്ച് നിർത്താനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീട്ടിലെ സമ്പത്ത്, ഐശ്വര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ വീട്ടിൽ കൊണ്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡോർ പ്ലാന്റ് ആയിട്ട്, കാരണം ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അധിനിവേശ സസ്യമായിട്ട് മാറുന്ന ഒരു ചെടിയാണ്. കാരണം മറ്റുള്ള ചെടികളെയൊക്കെ കാരണം ഇത് ഭയങ്കരമായിട്ട് വളരും മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ള ചെടികളെ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വയ്ക്കാനാണ് ഏറ്റവും നല്ലത് ഈ ഒരു ചെടി. അപ്പോൾ വെച്ച് പിടിപ്പിക്കാനും നമുക്കൊരു ബുദ്ധിമുട്ടില്ല, ഇത് വളർന്നു വരാനും ബുദ്ധിമുട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഈ ഫെങ്ഷൂയി പ്രകാരം കുറേ എണ്ണങ്ങൾ പറയുന്നുണ്ട്. 2 എണ്ണം വെച്ചാൽ സ്നേഹം നിലനിൽക്കാനും, അതേപോലെ 3 എണ്ണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമ്പത്തും ഐശ്വര്യവും ഉണ്ടാവാനും, പിന്നെ 4 എണ്ണം വെക്കരുതെന്നാണ് പറയുന്നത്. മരണത്തിൻ്റെ നമ്പറാണ് 4 എന്നാണ് പറയുന്നത്.
അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ എത്ര എണ്ണം വെക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിൽ വിശ്വാസമുള്ള ആളുകൾക്കാണെങ്കിൽ അതൊക്കെ ഈ ഫെങ് ഷൂയി പഠിച്ചിട്ടുള്ളവരോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് വെക്കുന്നതായിരിക്കും. ആ ഒരു വിശ്വാസമൊക്കെ ഉള്ളവർക്ക് അങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ വിശ്വാസം ഇല്ലാത്തവർക്കാണെങ്കിലും ഈ ഒരു ചെടി വീട്ടിൽ വെക്കുന്നതുകൊണ്ട് യാതൊരുവിധ ദോഷവും ഇല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വായു ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് വായു ആണല്ലോ. നമ്മുടെ മണ്ണ്, ജലം, വായു ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ വായു ശുദ്ധീകരിച്ച് കിട്ടില്ല ഇല്ലെങ്കിൽ നമുക്ക് പകുതി അസുഖങ്ങൾ കുറയും. കാരണം വായുവിലെ പൊല്യൂഷനാണല്ലോ ഇപ്പോഴത്തെ മനുഷ്യൻ്റെ അസുഖങ്ങൾക്കൊക്കെ ഉള്ള കാരണം. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ നമ്മുടെ വായുവിൻ്റെ വിഷാംശങ്ങളെയൊക്കെ വലിച്ചെടുത്ത് വീടിനകത്ത് ശുദ്ധവായു, അതേപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള വായു കുറഞ്ഞിട്ട് നല്ല ആ ഒരു സ്വാഭാവികത നിലനിർത്താനായിട്ട്, വായുവിൻ്റെ സ്വാഭാവികത നിലനിർത്താനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് ഈ ചെടി, ഇങ്ങനെയുള്ള ചെടികൾ വീട്ടിൽ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ വിശ്വാസമുള്ളവർക്ക് വിശ്വാസത്തിൻ്റെ പുറകിലേ പോയി അങ്ങനെ രീതിയിൽ വയ്ക്കാം. അല്ലാത്തവർക്ക് ചെടികളെ സ്നേഹിക്കുന്നവർക്ക് ഈ ഒരു രീതിയിലും നമുക്ക് ഈ വീട്ടിൽ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളരെ എടുത്ത് വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ചെടിയാണ് നമ്മൾ ലക്കി ബാമ്പു എന്ന് പറയുന്നത്. അപ്പോൾ ലക്കി ബാമ്പു എന്ന് പറയാൻ കാരണം ഈ മുളവർഗ്ഗത്തിൽ പെടുന്ന, ശരിക്കും മുളവർഗ്ഗത്തിൽ പെടുന്ന ഒരു ചെടിയല്ല നമ്മുടെ ഈ ഒരു ലക്കി ബാമ്പു എന്ന് പറയുന്നത്. മുള എന്ന് പറയുന്നത് പുൽവർഗ്ഗത്തിൽ പെടുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുള പോലെയാണ് അതിൻ്റെ റൗണ്ട് തണ്ടുകൾ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ മുളവർഗ്ഗത്തിൽ പറയുന്നത്. പിന്നെ ലക്കി എന്ന് പറയാനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ചൈനീസുകാരുടെ വിശ്വാസപ്രകാരം നമുക്ക് ലക്ക് കൊണ്ടുവരാനും സ്നേഹം, സമ്പത്ത്, ഐശ്വര്യം ഇതെല്ലാം കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഒരു ചെടി എന്നുള്ള രീതിയിലാണ് ലക്കി ബാമ്പു എന്നതിനെ വിശേഷിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീട്ടിൽ ഇങ്ങനത്തെ ചെടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് അങ്ങനെയുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളോടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനും ഒക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മണി പ്ലാന്റ് ഇതുപോലുള്ള ചെടികളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.